ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ പെരുന്നാൾ ദിനം റഹീമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു എന്താ ഇക്ക, അപ്പോൾ അന്ന് ഒരു 18 കോടി ആയിരുന്നു കളക്ഷൻ വന്നിരുന്നത്. റഹീം ബേജാറാവേണ്ട, ബാക്കി കാര്യങ്ങൾ വളരെ ചടുലമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു തരത്തിലും ഇനി ബേജാറാവേണ്ട, ഇനി ധൈര്യമായിട്ട് ഇരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇക്ക ഇനിയുള്ള ദിവസങ്ങൾ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും, ഇതിന് ഫണ്ട് കൊടുക്കുന്ന മുഴുവൻ ജനങ്ങളും, എനിക്ക് വേണ്ടി 1 ഉറുപ്പ്യ 2 ഉറുപ്പ്യ 3 ഉറുപ്പ്യ കൊടുക്കുന്ന മുഴുവൻ ആളുകളും, അവർക്ക് വേണ്ടി രാപ്പകലില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ. എന്നീ ജയിലുള്ള എൻ്റെ ബാക്കി കാര്യങ്ങൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ ഉമ്മനെ എത്രയും പെട്ടെന്ന് കാണണം, അതിനുള്ള ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഇനി എനിക്ക് സന്തോഷമാണെന്ന് ഈ അവസാനം ഈ പെരുന്നാളിൻ്റെ അന്നാണ് റഹീം പറയുന്നത്. അപ്പോൾ റഹീമിനെ കാണുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ഞാനത് ആ ഒരു രംഗം എനിക്ക് വാക്കുകളിലൂടെ വർണ്ണിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വികാരഭരിതമായ ആ നോട്ടം റഹീം കോടതിയിൽ നിന്ന് ഈ വിധി വന്ന സമയത്തൊക്കെ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ രണ്ട് കണ്ണിൽ നിന്നും കണ്ണീര് ധാരതായി ഒഴുകുകയായിരുന്നു. അപ്പോൾ അതൊന്നും അതൊക്കെ പിന്നീട് ഞാൻ എഴുത്തിലൂടെ ഞാൻ ആ കാര്യം ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും.